ശോഭേ, ശോഭേ, രഘു ലൈറ്റ് ഇടൂ. എന്റെ ശ്വാസം നിന്ന് പോയല്ലോ. ചെറിയൊരു ജോക്ക്, നിങ്ങളുടെ ധൈര്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. ടെസ്റ്റ് ചെയ്ത് രഘുവിനെ വേദനിപ്പിച്ച പോരെ? ലൈഫ് എന്ന് പറഞ്ഞാൽ കരച്ചിലും ചിരിയും കളിതമാശ എല്ലാം വേണം. ഡാഡി, ലൈഫ് ഈസ് എ മിക്സ്ചർ. നീ എങ്ങനെ നിലവിളിച്ച് ബഹളം ഉണ്ടാക്കിയത്? എന്തൊരു നിലവിളിയായിരുന്നു, ഞാൻ അന്തം വിട്ടുപോയി. രഘു, ശോഭയെ പ്രസവിച്ചപ്പോ അവൾ സാധാരണ കുട്ടികളെ പോലെ കരഞ്ഞില്ല, പൊട്ടിച്ചിരിക്കായിരുന്നു. പിന്നെ അന്നേരം ചിരിച്ചതേ ആശുപത്രിയിലെ നേഴ്സായിരുന്നു, നിങ്ങളുടെ പഴയ കൂട്ടുകാരി. ഓർഡർ ഓർഡർ. വ്യക്തിപരമായ പരാമർശങ്ങൾ ഇങ്ങനെയുള്ള കുടുംബ ചർച്ചകളിൽ കൊണ്ടുവരാൻ പാടില്ല. ഒരിക്കലും പാടില്ല. ഇങ്ങനെയുള്ള പ്രത്യേക ചുറ്റുപാടിൽ അച്ഛൻ നേഴ്സിനോട് മാത്രമല്ല ലേഡി ഡോക്ടറോടും ചേർന്ന് ചിരിക്കാൻ അവകാശമുണ്ട്. The court is adjourned. Now to the bar room. അയ്യോ മോളെ, വരെ ആയില്ല. മോളെ, നിന്റെ ഈ അളവ് ഗ്ലാസ് എന്താ ഓരോ ദിവസം ചെറുതായി വരുന്നത്? ഇത് ന്യായമല്ല. അളവ് കള്ളത്തിലും കാണിക്കുന്നത് ഭയങ്കര കുറ്റമാണ്. നീ പോയി പഠിക്കടാ. ഡാഡി, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മൊത്തം 4 ഔൺസ്. 2 ഔൺസ് ഡാഡി കുടിച്ചു, ബാക്കി 2 ഔൺസ് ഇതിലൊഴിച്ചിരിക്കുന്നു. മോളെ, ഈ പറഞ്ഞ ഡോക്ടർ ഉണ്ടല്ലോ, ദിവസം ഒരു കുപ്പി അടിക്കുന്നേ അറിയാം. അച്ഛാ, എപ്പോഴാച്ചാ ഞാനും അച്ഛനെ പോലെ പാന്റും കോട്ടും ഇടുന്നത്? മോൻ വലുതാവുമ്പോ. എപ്പോഴാച്ചാ ഞാൻ കോർട്ടിൽ പോകുന്നത്? നീ പഠിച്ച് ഡിഗ്രി ഒക്കെ വാങ്ങിയതിനു ശേഷം. എപ്പോഴാച്ചാ ഞാൻ ഈ പെഗ് കുടിക്കുന്നത്? മോളെ, ഒരു പെഗ് കൂടെ. നോ മോർ പെഗ്. അച്ഛനൊരു വലിയ കേസ് ജയിച്ചല്ലേ മോളെ, അതിന്റെ സമ്മാനമായിട്ടെങ്കിൽ. തോറ്റാലും ജയിച്ചാലും നോ ചേഞ്ച് ഇൻ കോട്ട. എന്റെ പൊന്നുമോളല്ലേ? എന്റെ പൊന്ന് ഡാഡിയല്ലേ? കേസ് ചേച്ചിന് പ്രസന്റ് ആയെങ്കിലും ഒരവൺസോട് കൊടുക്കുമോളെ. ഞാൻ അച്ഛന് ഉപ്പേരിയും കൊണ്ടുവന്നിട്ടുണ്ട്. ആരുടെ ശുപാർശയും ഞാൻ ഈ കാര്യത്തിൽ സ്വീകരിക്കില്ല. എന്നാൽ നാളത്തെ 2 പെഗിന്ന് ഒരു പെഗ് ഇന്നതാ. നാളെ കുറച്ച് വന്നാൽ മതി, ഒരു അഡ്ജസ്റ്റ്മെന്റ്. നോ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഡ്രിങ്ക്സ്. കമാൻ കമാൻ, ചോറെണ്ണം. മീനാക്ഷി, നിന്റെ ഇന്നത്തെ പരിപാടി പൊട്ടി. പതുക്കെ പറ.